ചെർപ്പുളശ്ശേരി നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ സ്ഥാപിച്ച പൂച്ചെടികളിലെ ചെടിച്ചട്ടികളിലെ പൂക്കൾ നശിപ്പിച്ചതായി ആണ് കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും നഗരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ചെടികളായിരുന്നു, ഭംഗിയായി സ്ഥാപിച്ചിരിക്കുന്നു. ആ സ്ഥാപിച്ച ചെടികളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്? ഇതിന്ന് രാവിലെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ വോക്കടക്ക് നേരെ മുന്നിലുള്ള ചെടികളാണ്. 10-20 ചട്ടിയിലത്തെ ചെടികൾ വലിച്ച് ഈ വോക്കട കടറ നേരെ മുന്നിലാണ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ തന്നെ അതിൻ്റെ ഉടമസ്ഥരും അവരെ തൊഴിലാളികളും കൂടിയിട്ട് അത് വളരെ വൃത്തിയിൽ വെച്ചു. എന്തൊരു ചന്തത്തിലാണ് ഇപ്പോൾ ചെർപ്പുളശ്ശേരിയുടെ നമ്മുടെ ടൗണ് എല്ലാ ചട്ടികളും വെച്ച് ഫുട്പാത്ത് കൂടെ നല്ല രസത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യദ്രോഹികളുടെ ഈ ഒരു പ്രവർത്തനം ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ അതിൽ നോക്കിയിട്ടുണ്ട്, അതിൻ്റെ മറ്റേ ക്യാമറയിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പയ്യനാണ് അതിൻ്റെ ഒരു പിന്നിൽ എന്നുള്ള രീതിക്കനുസരിച്ച് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരായാലും നമ്മളത് നിയമ നടപടിയുടെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ വളരെ ആശിച്ചുകൊണ്ട് ചെർപ്പുളശ്ശേരി ടൗണിനെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് പോയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അത് അംഗീകരിക്കാൻ കഴിയില്ല. ആരായാലും അതിനെതിരെ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത്. ചെർപ്പുളശ്ശേരി നഗരത്തിൽ ആരെന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ തരത്തിലുള്ള ക്യാമറകൾ മുഴുവൻ സ്ഥലങ്ങളിലും നഗരസഭ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ആളെ കിട്ടില്ലേ? അതെ, പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് അവൻ്റെ കാണുന്നത്. ആരെയും അതിൽ നമ്മൾ ആരാണോ ഈ നീചപ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആക്ഷേപം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയർപേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മളെ നഗരം ഓടി പിടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി തന്നെ ഓണത്തിന് നമ്മൾ നല്ല ചെണ്ടുമല്ലിപ്പൂവ് വെച്ചിട്ട് നല്ല സൗന്ദര്യവൽക്കരണം ഒന്നും കൂടി മെച്ചപ്പെടുത്തുന്ന രീതിക്കനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ രൂപേഷ് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കണ്ടിജൻസി ജീവനക്കാരൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം അവിടെ മണ്ണൊക്കെ എല്ലാം മാറ്റിയും കൊണ്ടിട്ട് വളരെ ഭംഗിയിൽ കൊണ്ടുവരികയാണ്. അടുത്ത ദിവസം തന്നെ അല്ലേ രാജേഷ്, അടുത്ത ദിവസം തന്നെ ചെണ്ടുമല്ലി നടും. ആ ചെണ്ടുമല്ലി നട്ടിട്ട് നമുക്ക് വളരെ ഭംഗിയിൽ ടൗണിൽ റോഡിൻ്റെ രണ്ട് വശത്തും നടുവ് കൂടെ ഉള്ള ആ ഓണത്തിന് നമ്മുടെ മനസ്സിലെ ഒരു ഉദ്ദേശം അത് പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് സുഖമായിരിക്കും. എനിക്ക് തന്നെ അനുഭവമുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പല ആൾക്കാരും വളരെ ആ കൈവരി കൂടെ ഇരുന്നു കൊണ്ട് ഒന്ന് നിന്ന് അവിടെ മൊബൈലിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടും അവരൊരു ആശ്വാസം നമുക്കിവിടെ വരുമ്പോൾ തന്നെ ടൗൺ വളരെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടൗണിലെ ഏത് ഭാഗവും ഞങ്ങളടക്കം കൗൺസിലർമാർ നടന്നു പോയി ടൗണിൻ്റെ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരുമ്പോൾ ഫുട്പാത്തിലടക്കം ഏതെങ്കിലും ഒരു കടക്കാരൻ്റെ അടുത്ത് അബദ്ധത്തിൽ ഒരു സാധനങ്ങൾ ഇറങ്ങിയാൽ തന്നെ അത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഇറങ്ങുക. ആർക്ക് വേണ്ടിയിട്ട്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ വല്ല ആൾക്കാരും ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർക്കെതിരെ നല്ല നിയമ നടപടികളായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓരോ ചെടിച്ചട്ടി നോക്കുമ്പോഴും അതിലുള്ള ചെടി മുഴുവൻ പറിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് ചെടികൾ പറിച്ചെടുത്തിട്ട് പല കടകളുടെയും മുമ്പിലായിട്ട് ഇട്ടിരിക്കുകയാണ്. ഏകദേശം രാവിലെ നമ്മുടെ ശുചീകരണ തൊഴിലാളികളും അവർ വന്ന സമയത്താണ് കംപ്ലീറ്റ് ചെടികളും പുറത്ത് വലിച്ചിട്ട അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ ആ കടക്കാരൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ ചെടി വീണ്ടും വെച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് വിലപിടിപ്പുള്ള ചെടികളാണ്. നമ്മുടെ ചെർപ്പുളശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ചെർപ്പുളശ്ശേരിയിൽ ആ ഒരു അന്തരീക്ഷം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ തന്നെ വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജനങ്ങൾക്ക് ആ ഉപയോഗപ്രദമാവുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സാമൂഹ്യ ദ്രോഹികൾ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് വലിയ രീതിയിൽ ഇതിനെല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തനം നടത്തുകയാണ്. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം നമ്മളൊക്കെ പ്രകടിപ്പിക്കുകയാണ്. ബാക്കി നിയമ നടപടികളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് പറയുന്നത്. ഈ ചെർപ്പുളശ്ശേരിയെ ഇത്ര സുന്ദരമായി കാണാതിരിക്കാൻ 25 ചട്ടികളത്തെ ആ ചെടികളാണ് ഇത്രയും പറിച്ചിട്ടുള്ളത്. അപ്പോൾ രൂപേഷ് പറയുന്നത് അത്രയും അവരെ പറിച്ചിട്ട് താഴ്ത്തിക്ക് കടറ മുന്നിലൊക്കെ വലിച്ചെറിഞ്ഞു. ഇതൊരു വല്ലാത്ത കുഴപ്പമില്ല, 1-2 കുഴപ്പമില്ല. പക്ഷേ ഇത് നേരെ മറിച്ചിട്ട് കുറേ ചെടികൾ ഒരിക്കലും പറിച്ച് വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് തികച്ചും സാമൂഹ്യദ്രോഹികളുടെ ദ്രോഹപരമായിട്ടുള്ള നടപടി തന്നെയാണ്. അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ കഴിയുള്ളൂ. അതിനുള്ള നടപടികൾ നമ്മുടെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തിട്ടുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിനുള്ള നിർദ്ദേശം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നഗരമാണ്. ചെർപ്പുളശ്ശേരിയെ സുന്ദരമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം പറിച്ച് കളയാതെ അവരെ സംരക്ഷണം കൊടുക്കുകയല്ലേ നമ്മൾ വേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ചെയ്തവരാരാണെങ്കിലും ആ തെറ്റുകൾ തിരുത്തണം. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നാടും നഗരവും നമ്മുടെ ചുറ്റും എല്ലാം നന്നാവുക. എന്തായാലും നന്മ വരാൻ വേണ്ടി, ഇല്ലെങ്കിൽ നല്ലത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങാം. ക്യാമറ പേഴ്സൺ ബാദുഷ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, വൺ.
ചെറുപ്പളശ്ശേരി CCST കോളേജിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു. NAC അംഗീകാരമുള്ള CCST കോളേജിലേക്ക് കാലാനുസൃതമായ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. 2 PG കോഴ്സുകളും 10 UG കോഴ്സുകൾക്കുമൊപ്പം ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളായ BSc AI, BBA വിത്ത് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. CCST ക്യാമ്പസ് നൽകുന്ന പ്രധാന സവിശേഷതകൾ: അത്യാധുനിക ICT എനേബിൾഡ് ക്ലാസ് റൂംസ്, വിനോദങ്ങൾക്കായി പ്രത്യേക കേന്ദ്രം, വിപുലമായ ലാബ് സൗകര്യങ്ങൾ, ഉന്നത പഠന നിലവാരം, യൂണിവേഴ്സിറ്റി റാങ്കുകൾ, പ്രകൃതി രമണീയവും ഹരിതാഭവുമായ ക്യാമ്പസ്, മികച്ച പ്ലേസ്മെന്റ് സഹായവും തൊഴിൽ നൈപുണ്യ വികസന പരിപാടികളും, ആഡ് ഓൺ കോഴ്സസ് AI, ML, ASAP, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ, ടാലി, CMA തുടങ്ങിയ സർട്ടിഫൈഡ് കോഴ്സുകൾ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഇന്നു തന്നെ ബന്ധപ്പെടൂ. ചെറുപ്പളശ്ശേരി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കാറൽമണ്ണ, ചെറുപ്പളശ്ശേരി, പാലക്കാട്.